നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേഗത്തിൽ നോക്കാൻ പോകുന്നത് കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കേരള ഹിസ്റ്ററി ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പറയുന്നതിന് മുൻപായിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന കുറച്ച് പോയിന്റ്സ് ആദ്യം തൊട്ടൊന്ന് പറയാം. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. 1921 ശരിക്കും ഈ ഒരു മാപ്പിള കലാപം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് അല്ലെ 1921 മാപ്പിള കലാപം എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എഴുതേണ്ടത്. അപ്പൊ മലബാറിൽ വടക്കൻ കേരളത്തിലാണ് ഇത് നടന്നത് നമുക്കറിയാം. മലബാറിലാണ് ഇത് നടന്നത്. ബ്രിട്ടീഷുകാർക്കും ഹിന്ദു ഭൂപ്രഭുക്കൾക്കും എതിരായിട്ട് 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കേരളത്തിലെ മാപ്പിള മുസ്ലിങ്ങള് നടത്തിയ കലാപത്തിന്റെ ഒരു പിന്തുടർച്ചയാണ് ഈ 1921 മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത്. അപ്പൊ മാപ്പിള കലാപം 1921 ആണെങ്കിലും മാപ്പിള കലാപങ്ങൾ അതിനു മുൻപേ ഉണ്ടായിട്ടുണ്ട് എന്ന് 20ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുണ്ട്. ആർക്കെതിരെയാണ് ഉണ്ടായത്? ബ്രിട്ടീഷുകാർക്കും ഹിന്ദു ഭൂപ്രഭുക്കൾക്കുമെതിരെ അന്നത്തെ മലബാറിലെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിങ്ങള് നടത്തിയിരുന്ന ഒരു സീരീസ് ആണ് വേണമെങ്കിൽ മാപ്പിള കലാപങ്ങൾ എന്ന് വേണം നമുക്ക് പറയാം. അപ്പം ഈ ഒരു നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ചോദിക്കാം. വാര്യംകുന്നത്ത് കുഞ്ഞ അഹമ്മദ് ഹാജിയാണ്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അപ്പൊ ആ പേര് മറന്നു പോകരുത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് നേതൃത്വം നൽകിയത്. ഇതൊരു സായുധ കലാപമായിരുന്നു എന്നൂടെ ഓർത്തു വെച്ചേക്കാം. ഇനി ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട ഇതിന്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം ഇതിന്റെ ഒരു പശ്ചാത്തലം കേട്ടോ. പടിഞ്ഞാറ് നിന്നും മുസ്ലിം സൈന്യം ഉത്തരേന്ത്യയെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അറബിക്കടൽ വഴിയുള്ള കച്ചവടക്കാരായിട്ട് നമുക്കറിയാം AD 7ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ കേരളത്തിലെത്തിയിരുന്നത്. സ്പെക്ട്രം ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ കേരള ഹിസ്റ്ററിയുടെ തുടക്കത്തിലും പറയുന്നുണ്ട്. AD 7ാം നൂറ്റാണ്ടിൽ തന്നെ അറബിക്കടൽ വഴിയുള്ള കച്ചവടക്കാരായിട്ട് ആരിവിടെ വന്നിരുന്നു? മുസ്ലിങ്ങൾ കേരളത്തിൽ എത്തിയിരുന്നു. അവർക്ക് കച്ചവടം നടത്താനും സ്ഥിര താമസമാക്കാനും തദ്ദേശീയരായ ഭരണാധികാരികൾ അനുമതി നൽകുകയും ചെയ്തു. അവരിൽ പലരും പ്രാദേശിക സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ അവരുടെ പിന്മുറക്കാരാണ് മാപ്പിളകൾ അഥവാ മരുമകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ ആണല്ലോ. AD 7ാം നൂറ്റാണ്ടിൽ തന്നെ അറബിക്കടൽ കടന്നിട്ട് ആര് വന്നിരുന്നു? മുസ്ലിം ആ ഒരു കമ്മ്യൂണിറ്റി വന്നിരുന്നു. അവര് തദ്ദേശീയരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുകയും പിന്നീട് അവരെ അറിയപ്പെട്ട പേരാണ് മാപ്പിളകൾ. ടിപ്പു സുൽത്താന്റെ മലബാർ ആക്രമണത്തിന് മുൻപേ മലബാറിലെ പരമ്പരാഗത ഭൂസമ്പ്രദായത്തിൽ കൃഷിക്കായി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത ഭൂമി ജന്മി കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൃഷിക്കാർ ഉൾപ്പെടെ പ്രധാനമായും 3 ശ്രേണീപരമായ ഉടമസ്ഥാവകാശമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതായത് ടിപ്പു സുൽത്താൻ വരുന്നതിന് മുൻപായിട്ട് ജന്മിമാരായിരുന്നു കൃഷിഭൂമി കൈയേറിയിരുന്നത്. ഈ ജന്മിമാർ എന്ന് പറയുന്നത് ഉയർന്ന ജാതി ഹിന്ദുക്കളായിരുന്നു കേട്ടോ. ഈ ജന്മിമാര് അവരുടെ കീഴിൽ പണിയെടുത്തിരുന്ന ഈ കൃഷിക്കാരെന്ന് പറഞ്ഞില്ലേ, അവരിൽ ഭൂഭാഗം ആൾക്കാരും ആരായിരുന്നു? മാപ്പിളകളായിരുന്നു. അപ്പൊ 18ാം നൂറ്റാണ്ടില് ഹൈദരാലിയുടെ മലബാർ അധിനിവേശ വേളയില് പീഡനവും നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ ഒഴിവാക്കാനായിട്ട് അന്നത്തെ ഹിന്ദു ജന്മിമാര് പലരും മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ പലായനം ചെയ്തു. അപ്പൊ 18ാം നൂറ്റാണ്ടില് ഹൈദരലി വന്ന സമയത്ത് മലബാർ അധിനിവേശ വേളയിൽ അദ്ദേഹം വന്ന സമയത്ത് മലബാർ പിടിച്ചടക്കിയപ്പോൾ പല ഹിന്ദുക്കളെയും ജാതി മാറാനായിട്ട് നിർബന്ധിക്കുകയും അങ്ങനെ അന്നത്തെ ഹിന്ദു ജന്മിമാര് അയൽ പ്രദേശങ്ങളിലേക്കുള്ള പലായനം ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് അന്നത്തെ കൃഷിക്കാരായിരുന്ന ഈ മാപ്പിളമാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് ടിപ്പു സുൽത്താന്റെ മരണശേഷം മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ ബ്രിട്ടീഷ് അധികാരത്തിന്റെ കീഴിൽ വന്ന കഥ നമുക്കറിയാം. 4 ആംഗ്ലോ മൈസൂർ യുദ്ധമൊക്കെ നടന്നിട്ട് 4ാമത്തെ വട്ടം ടിപ്പു സുൽത്താനെ മരിക്കുന്നു. അങ്ങനെ മലബാർ പിന്നീട് ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പം വിട്ടുപോയ പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ആ വിട്ടുപോയ പ്രദേശങ്ങൾ ഈ മാപ്പിളമാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ട് പിന്നെയും ജന്മികൾക്ക് കൊടുത്തു അല്ലെ. അപ്പം ജന്മികൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ആർക്കായി അധികാരം? ജന്മികൾക്ക് സമ്പൂർണ്ണ ഉടമസ്ഥാവകാശം കിട്ടി. അങ്ങനെ കർഷകർ ഉയർന്ന വാടക, കുടിശ്ശിക, സുരക്ഷിതത്വ ഇല്ലായ്മയൊക്കെ നേരിടാൻ തുടങ്ങുന്നു. അങ്ങനെ 1836 മുതൽ മാപ്പിളകളുടെ കലാപ പരമ്പരകൾക്ക് ഇത് കാരണമായി തീരുന്നു. 1836നും 96നും ഇടയിൽ അവർ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെയും ഹിന്ദു ഭൂവുടമകളെയും കൊന്നൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
നമുക്കിനി ഈ ഒരു സെക്ഷൻ 1836 ആ ഒരു സെക്ഷൻ പറഞ്ഞില്ലേ 56, അത് ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. ആ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഭരണപരമായും സാമ്പത്തികമായും സാമൂഹികമായും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മലബാർ ജില്ല മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്ന അക്രമാസക്തമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോവുകയായിരുന്നു. മലബാറിന്റെ നാനാഭാഗങ്ങളിലായിട്ട് വിശേഷിച്ച് എവിടെയാ, ഏറനാട്, വള്ളുവനാട് താലൂക്ക്, അവിടെ 1836 53 ഇടയ്ക്ക് 12 കലാപങ്ങളാണ് ഉണ്ടായത് കേട്ടോ. ഓർത്ത് വെച്ചേക്കാം. 36 തൊട്ട് 53 ഇടയ്ക്ക് 12 കലാപങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായത്. മാപ്പിളമാർ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ ഹിന്ദു ജന്മികളെ കൊല്ലുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം. കലാപ കാരണം ഒട്ടനവധി ചർച്ചകൾക്ക് വിഷയമായി തീർന്നു. ഒരു കൂട്ടരുടെ അഭിപ്രായത്തില് മതാന്ധതയുടെ കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു കലാപം. കലാപ കാരണങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേകം നിയുക്തനായ T.L. സ്ട്രെയിഞ്ച് എന്ന ജഡ്ജി ഈ അഭിപ്രായക്കാരനാണ്. അപ്പൊ ഈ ഒരു പേരൂടെ ഓർത്ത് വെച്ചേക്കണം. ഇതിന്റെ കലാപം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു റീസൺ ആണ് പല ടെക്സ്റ്റ് ബുക്കുകളിലും പറയുന്നത്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണ്, ഇതിന്റെ കലാപത്തിന്റെ കാരണത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടൊന്നും പറയാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് അന്വേഷണം നടത്താൻ നിയുക്തനായ ജഡ്ജി ആയിരുന്നു T.N. സ്ട്രെയിഞ്ച്. ഓക്കെ, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നിഷ്ഠൂരമായ കലാപങ്ങൾ അടിച്ചമർത്താൻ 1854 മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ പ്രത്യേകം ഒരു പോലീസ് സേന സംഘടിപ്പിക്കപ്പെടുന്നു. സർക്കാർ ഈ നടപടികൾ കൈക്കൊണ്ടതിന് ശേഷവും കലാപം കൂടുതൽ രൂക്ഷമായി. നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്ന 4 മാപ്പിളമാർ മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയ H.V. കനോലിയെ 1855 അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ വെച്ചിട്ട് വധിക്കുന്നു. അസ്വാസ്ഥ്യം അനിയന്ത്രിതമായി പിന്നെയും തുടർന്നു വന്നപ്പോൾ കലാപങ്ങൾക്ക് കാരണം കാർഷിക അവശതയും ദാരിദ്ര്യവുമാണെന്ന അഭിപ്രായത്തിന് ശക്തി കൂടി. നമ്മളിപ്പോ പറഞ്ഞില്ലേ, മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെയും കുടിയാന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ മാപ്പിള സമുദായത്തിന്റെ യഥാർത്ഥ സങ്കടങ്ങൾക്ക് പരിഹാര മാർഗം നിർദ്ദേശിക്കാനും സ്പെഷ്യൽ കമ്മീഷണറായി 1881 മിസ്റ്റർ ലോഗൻ നിയമിക്കപ്പെട്ടു. ഈ പേര് ഓർത്തു വെച്ചേക്കുക, ലോഗൻ. പാട്ടത്തിന്റെ പേരിൽ കുടിയാന്മാരെ ഇറക്കിവിടാനും ഭൂമി ഒഴിപ്പിച്ചെടുക്കാനും ലഭിച്ച പുതിയ അവകാശം ബ്രിട്ടീഷ് കോടതികളുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ജന്മികളുടെ ഭാരിച്ച സ്വാധീന ശക്തിയെ നേരിടാൻ ചെയ്യുന്ന ശ്രമങ്ങളാണ് ഈ കലാപങ്ങൾ എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഹിന്ദു ജന്മിമാരാണ് ഭൂമിയുടെ യഥാർത്ഥ നാഥന്മാരെന്നും മാപ്പിളമാരായ കൃഷിക്കാർക്ക് ഭൂമിയുടെ മേൽ യാതൊരു അവകാശവുമില്ലെന്നുള്ള ധാരണയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈക്കൊണ്ട തെറ്റായ നികുതി നയത്തെ കലാപങ്ങളുടെ യഥാർത്ഥ കാരണമായിട്ട് ആര് കണ്ടു? ലോഗൻ കണ്ടു. ജന്മിമാർ നിയമരഹിതമായി ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതിൽ നിന്നും കുടിയാന്മാർക്ക് സംരക്ഷണം നൽകാൻ 1887 മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനന്റ് ഇംപ്രൂവ്മെന്റ് ആക്ട് അഥവാ മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് പ്രാബല്യത്തിൽ വന്നു. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1887 മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട് പ്രാബല്യത്തിൽ വന്നു. 1887 ഈ ഒന്നാം ആക്ട് പിന്നീട് 1900 ഒന്നാം ആക്ട് കൊണ്ട് ഭേദഗതി വരുത്തി വികസിപ്പിച്ചു. പക്ഷെ അന്നത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ആക്ട് പരാജയപ്പെട്ടു. 20-ാം ശതകത്തിന്റെ ആരംഭം തന്നെ വരെ മാപ്പിളമാരുടെ കലാപം മലബാറിന്റെ സമാധാനത്തെ ഭഞ്ജിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ എന്താ നമ്മൾ പറഞ്ഞു? ദാരിദ്ര്യം, ഭൂമിയുടെ കാര്യത്തിൽ അനുഭവപ്പെട്ട ഉപദ്രവം, അന്ധമായ മതഭക്തി എന്നിവ മാപ്പിളമാരുടെ അസംതൃപ്തിയെയും എതിർപ്പിനെയും സജീവമായി നിലനിർത്തുകയും അവരെ അക്രമാസക്തമായ കലാപങ്ങളിൽ കൊണ്ടുവന്ന് ചാടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇവിടെ ഓർത്തു വെച്ചിരിക്കേണ്ട നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് പറഞ്ഞത്. ലോഗനാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. സ്ട്രെയിഞ്ചിന്റെ കാര്യം ഓർത്തു വെച്ചേക്കാം. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട 1887 മലബാർ കുടിയാൻ കുഴിക്കൂർ ചമയ ആക്ട്, മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനന്റ് ഇംപ്രൂവ്മെന്റ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1887 ഇത് ഭേദഗതി ചെയ്തത് 1900 ഇത് ഭേദഗതി ചെയ്തത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 21 കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് 21 പോകാം. ഇവിടെ തൊട്ട് താഴെ ഉണ്ട് 21 കലാപം. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. തുർക്കിയില് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുന്നതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട്, തുർക്കിയിലെ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തെ പറ്റി പറയണ്ടല്ലോ, അറിയാമല്ലോ. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചത് അല്ലെ. 1919 എന്താണ് തുർക്കിയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം, അതായത് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം എന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് 19 ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനോട് ചേരുകയും ചെയ്തു. മലബാറിലെ ഖിലാഫത്ത് യോഗങ്ങള് മാപ്പിളമാർക്കിടയിൽ വർഗീയ വികാരങ്ങൾ ഇളക്കിവിടുകയും അത് ബ്രിട്ടീഷുകാർക്കും മലബാറിലെ ഹിന്ദു ഭൂപ്രഭുക്കൾക്കും എതിരായ പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. ഹിന്ദുക്കളെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും ആസൂത്രിതമായി പീഡിപ്പിക്കുന്ന വലിയ തോതിലുള്ള അക്രമങ്ങൾ അന്ന് നടന്നു. നിരവധി വീടുകളും ക്ഷേത്രങ്ങളും തകർന്നു. ആലി മുസ്ലിയാരും വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായിരുന്നു പ്രമുഖർ കലാപത്തിന്റെ.
1921 ഓഗസ്റ്റ് മുതൽ വർഷ അവസാനം വരെ മലബാറിന്റെ വലിയ ഭാഗങ്ങൾ കലാപകാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു. വർഷം അവസാനിച്ചപ്പോൾ കലാപത്തിനായി മലബാർ സ്പെഷ്യൽ ഫോഴ്സ് എന്ന ബറ്റാലിയനെ ഉയർത്തിയ ബ്രിട്ടീഷുകാർ കലാപം തകർത്തു. 1921 നവംബറിൽ തിരൂരിൽ നിന്നും പോടന്നൂരിലെ സെൻട്രൽ ജയിലിലേക്ക് അടച്ചിട്ട ചരക്ക് വാഗണറിൽ കൊണ്ടുപോകുമ്പോൾ 61 മാപ്പിള തടവുകാർ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവം വാഗൺ ട്രാജഡി എന്ന് അറിയപ്പെട്ടു. ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി. ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന സംഭവ വികാസം 1921 മലബാർ ലഹള. ഏറനാട് താലൂക്കിലും വള്ളുവനാട് താലൂക്കിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനുണ്ടായ മുന്നേറ്റം ഔദ്യോഗിക വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കി. 1919 എന്ത് വന്നു? ഖിലാഫത്ത് പ്രസ്ഥാനം വന്നു അല്ലെ. ഈ താലൂക്കുകളിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 144 വകുപ്പ് നടപ്പാക്കുന്നു. ബ്രിട്ടീഷ് പോലീസ് മാപ്പിളകൾക്കെതിരായി ഭീകര ആക്രമണം അഴിച്ചുവിട്ടു, അല്ലെങ്കിൽ ഭരണം അഴിച്ചുവിട്ടു. ഏറനാട് താലൂക്കിൽപ്പെട്ട പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ പ്രാദേശിക ഖിലാഫത്ത് കമ്മിറ്റിയുടെ കാര്യദർശിയായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും ഏറനാട്ടിലും വള്ളുവനാട്ടിലും മാപ്പിളമാരും പോലീസും തമ്മിൽ ഒട്ടേറെ സംഘടനകൾ ഉണ്ടാവാൻ കാരണമായി. മാപ്പിളമാർ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുകയും സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നീ നേതാക്കളാണ് ലഹള നയിച്ചത്. ലഹളക്കാർ തങ്ങളുടെ പ്രബല കേന്ദ്രമായ മലപ്പൂർ, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നും പോലീസ് അധികാരത്തെ തുറച്ചു നീക്കുന്നതിലും ആ പ്രദേശങ്ങളിൽ സ്വയം ഭരണം സ്ഥാപിക്കുന്നതിനും ഒട്ടനവധി വിജയിച്ചു. ലഹള അടിച്ചമർത്താനുള്ള പരക്കം പാച്ചിലിൽ സർക്കാർ അസ്വസ്ഥ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെയും ഗൂർഖ പട്ടാളത്തെയും മിന്നൽ വേഗത്തിൽ അയക്കുന്നു. പട്ടാള നിയമം പ്രഖ്യാപിച്ചു. അങ്ങനെ മർദ്ദന നടപടിയൊക്കെ ചെയ്തു. ലഹളയുമായി ബന്ധപ്പെട്ട ദുരന്ത സംഭവങ്ങളിൽ ഒന്ന് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 അടച്ചുമൂടിയ ഒരു റെയിൽവേ ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് തടവരായ കൊണ്ടുപോയ 90 മാപ്പിളമാരെ കൊണ്ടുപോയി. 60 പേര് ശ്വാസം മുട്ടി മരിച്ചു. മലബാർ ലഹളയുടെ അന്തിമഘട്ടത്തിൽ മാപ്പിളമാർ ഒട്ടേറെ അക്രമ പ്രവർത്തികൾ നടത്തുകയും അവർക്ക് സമുദായത്തിൽ ഭൂരിപക്ഷത്തിന്റെ അനുഭവം നഷ്ടപ്പെട്ടു. MB നാരായണ മേനോൻ, KP കേശവമേനോൻ, K കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നീ കോൺഗ്രസ് നേതാക്കന്മാർ സംഭവങ്ങളുടെ അക്രമാസക്തിയെ തടയാൻ പരമാവധി ശ്രമിക്കുകയുണ്ടായെങ്കിലും അവരുടെ പ്രയത്നം നിഷ്ഫലമായി. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിഷ്ഠൂരമാവണ്ണം ലഹള അടിച്ചമർത്തി. നേതാക്കന്മാരെ ബന്ധനസ്ഥരാക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. 100 കണക്കിന് ആളുകളെ ജയിലിലടച്ചു. അസംഖ്യം പേരെ നാടുകടത്തി. ലഹളയിൽ മൊത്തം 10,000 ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചതായി കണക്കാക്കി. ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ ഉയർന്നു വന്ന അതിഗംഭീരമായ ദേശീയ പ്രക്ഷോഭണമായിരുന്നു 1921 മലബാർ ലഹള എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം മാപ്പിള കലാപം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇത് ബ്രിട്ടീഷുകാർക്കെതിരായ ദേശീയ കലാപമാണെന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഇത് വർഗീയമായി ആരോപിച്ച അന്നത്തെ 853 ഉള്ള കലാപമില്ലേ 36, അതിന്റെ ബാക്കായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി പിന്തുണച്ചത് പ്രക്ഷോഭകാലത്ത് കണ്ട അക്രമത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണെന്ന് INC-യുടെ മുൻ പ്രസിഡന്റായ RC ശങ്കരൻ നായർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും നമ്മൾ പറയണ്ട, ജസ്റ്റ് ഒരു വിലയിരുത്തൽ പോലെ ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പല ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് മലബാർ കലാപത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതും നമ്മുടെ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിലെ മലബാർ കലാപം 836 തൊട്ടിട്ട് 1921 വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. പ്രയോജനപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കുറച്ച് ആധികാരികമായിട്ട് നോക്കാം. അപ്പൊ എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.